Untouchable, written by Mulk Raj Anand. Mulk Raj Anand is known for his compassionate and realistic depictions of contemporary India. Widely regarded as the father of Indian novel in English, he was one of the founders of Progressive Writers Movement. ഈ ഒരു Progressive Writers Movement advocated for special change, truthful representation of society, and justice for the oppressed. Caste-based discrimination, struggles of the working class people പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കണ്ടം ചെയ്തുകൊണ്ട് അല്ലെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആണ് അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയിരിക്കുന്നത്. Anand was deeply committed to social justice and he consistently chose to write about marginalized communities, portraying their lives with empathy and honesty. Marginalized ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടാണ് അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയിരിക്കുന്നത്, embedded with empathy and honesty. എക്സ്പ്ലോയിറ്റേഷൻ, കറപ്ഷൻ, റിജിഡ് കാസ്റ്റ് ഹൈറാർക്കി പോലുള്ള സോഷ്യൽ ഈവിൽസിനെയും ഇവിടെ ഈ നോവലിൽ മുൾക്ക് രാജ് ആനന്ദ് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഹി ഫ്രീക്വന്റ്ലി യൂസസ് സട്ടയർ ആൻഡ് ഹ്യൂമർ ടു റിവീൽ ദ ഹാർഷ് റിയാലിറ്റീസ് ഫേസ്ഡ് ബൈ ദ ഓപ്പറസ്ഡ്. ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹിസ് ഐഡിയാസ് വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ബൈ ദ ടീച്ചിങ്സ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധി. മാർക്സിസം, ഗാന്ധിയൻ ഐഡിയോളജീസ് പോലുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അദ്ദേഹത്തിന്റെ ആ ഒരു റിസോൾവിനെ സപ്പോർട്ട് ചെയ്യാണ്. റിസോൾവ് വാസ് ടു സ്പീക്ക് ബോൾഡ്ലി അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അതാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ, ടു സ്പീക്ക് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. ഗാന്ധിയൻ ഐഡിയോളജീസും മാർക്സിസ്റ്റ് പോളിസീസും. Anand's writing style is simple, elegant and clear. അപ്പോൾ അത് റീഡേഴ്സിന് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാകാനായിട്ട് വേണ്ടിയിട്ടാണ് സിമ്പിൾ എലഗന്റ് റൈറ്റിംഗ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. ഫോക്കസിങ് ഓൺ ദ റിയലിസ്റ്റിക് പോർട്രയൽസ്, he provides depth into emotional and moral condition of the characters. He strongly believed in the dignity of every human being and humanism remains a central element of his narratives. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അൺടച്ചബിൾ എന്ന വർക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമിനൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നോവൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന് അറിയപ്പെടുന്നത്. മുൾക്ക് രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ എന്ന നോവൽ 1935 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഒരു മൂവിംഗ് ആൻഡ് റിയലിസ്റ്റിക് നോവലാണ്, ഡെപിക്റ്റിംഗ് എ സിംഗിൾ ഡേ ഇൻ ദ ലൈഫ് ബഖ, an 18-year-old sweeper boy who belongs to the lower caste in pre-independence India. So ഒരു ലൈഫ് ഏൺ ചെയ്യാനായിട്ട് he cleans latrines and faces constant humiliation from the upper caste who consider him polluted. ഡിഗ്നിറ്റിക്കും അക്സെപ്റ്റൻസിനും വേണ്ടി ലോങ് ചെയ്യാണ് ബഖ. ബട്ട് എവരിവെയർ ഹി ഗോസ് ഹി ഈസ് ഇൻസൾട്ടഡ് ഓർ അവോയ്ഡഡ്. റിമെമ്പർ, ഇതൊരു സിംഗിൾ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ബഖയാണ് നറേറ്റ് ചെയ്യുന്നത്. ഒറ്റ ദിവസം ബഖയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ഡ്യൂറിംഗ് ദ ഡേ ഹി ഈസ് അൺഫെയർലി അക്യൂസ്ഡ് ഓഫ് ഡിഫൈലിംഗ് എ ഹൈ കാസ്റ്റ് മാൻ and is denied water. He is deeply hurt by the priest's attempt to molest his sister Sobini. ഈ ഒരു ഇൻജസ്റ്റിസ് ഒക്കെ ഉണ്ടായിട്ടും ബഖ remains gentle and confused rather than angry. ഈവനിങ് ആയപ്പോഴത്തേക്കും he hears Mahatma Gandhi's speech calling for the end of untouchability. പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു about how modern flush toilets could end the need for manual scavenging. മഹാത്മാഗാന്ധിയുടെ സ്പീച്ചിന്റെ ഒരു ഭാഗമായിരുന്നു. അത് കേട്ടപ്പോഴേക്കും ബഖയ്ക്ക് ഒരു ഹോപ്പ് വരികയാണ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ദ സ്റ്റോറി ക്ലോസസ് ഓൺ എ ഹോപ്പ്ഫുൾ നോട്ട്. ബഖ ഫീൽസ് ദാറ്റ് ചേഞ്ച് മൈറ്റ് കം വൺ ഡേ, ഗിവിംഗ് ഹിം ആൻഡ് ഹിസ് പീപ്പിൾ എ ചാൻസ് അറ്റ് ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി. അപ്പോൾ ഡെയിലി എന്ന് പറയുന്ന പോലെ ലൈഫിൽ ഡിഗ്നിറ്റിയും ഇക്വാലിറ്റിയും ആഗ്രഹിക്കുന്ന ആൾക്കാരിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ബഖ. ഗാന്ധിജിയുടെ ഈ സ്പീച്ച് കേട്ടതോടുകൂടിയിട്ട്
ബഖായിക്ക് ഒരു ഹോപ്പ് വരികയാണ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. മുൾക് രാജ് ആനന്ദിന് ഒരു ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാവുകയാണ് ഓൺ ഇന്ത്യൻ ലിറ്റററി സീൻ ത്രൂ ഹിസ് റിയലിസ്റ്റിക് നറേറ്റീവ് സ്റ്റൈൽ ഇൻ Indian English novels. അദ്ദേഹത്തിന്റെ നോവൽ അൺടച്ചബിൾ വാസ് റിട്ടൺ ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഡീൽസ് വിത്ത് തീംസ് സച്ച് as poverty, untouchability and exploitation. ഒരു കൾച്ചറലി സോഷ്യലി ആൻഡ് റിലീജിയസ്ലി ഗ്രൗണ്ടഡ് സ്റ്റോറിയാണ് അൺടച്ചബിൾ, റിഫ്ലക്ടിംഗ് ദ ഹാർഷ് റിയാലിറ്റീസ് ഫേസ്ഡ് ബൈ ദ മാർജിനലൈസ്ഡ്. ഇതിന്റെ പ്രൊട്ടഗോണിസ്റ്റ്, ഈ നോവലിന്റെ പ്രൊട്ടഗോണിസ്റ്റ് ബഖ എന്നൊരു ബോയ് ആണ്. എ യങ് ബോയ് ഹു റെപ്രസെന്റ്സ് തൗസൻഡ്സ് ഓഫ് സ്വീപ്പേഴ്സ് ഹു എൻഡ്യൂർ ഡെയിലി സഫറിംഗ് ആൻഡ് ഒപ്രഷൻ. അപ്പൊ ഈ ഒരു ഹ്യൂമിലിയേഷൻ ഇടയ്ക്കും ബഖ ആൻഡ് others like him desire nothing more than to live with dignity. അപ്പൊ ഇത്രയൊക്കെ ഹ്യൂമിലിയേഷനും ഇൻഡിഗ്നിറ്റിയും ഉണ്ടായിട്ടും ബഖ ആൻഡ് അതേഴ്സ് അവരുടെ വിഷ് എന്താണ്? ടു ലീഡ് എ ഫ്യൂച്ചർ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്. അതാണ് അവരുടെ സിംഗിൾ ഡ്രീം. സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ ഫേസ്ഡ് ബൈ ലോവർ ക്ലാസ് കമ്മ്യൂണിറ്റി എന്നീ തീംസ് ആണ് നോവൽ വളരെ ക്രിട്ടിക്കലായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. ആനന്ദ്സ് റൈറ്റിംഗ് ഇസ് റൂട്ടഡ് ഇൻ റിയലിസം ആൻഡ് ഹൈലൈറ്റ്സ് ഹൗ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്റൻസിഫൈഡ് സോഷ്യൽ ജസ്റ്റിസ്. ദളിത് മൈനോറിറ്റിയുടെ ഈ ഒരു കണ്ടീഷൻ, അവരുടെ പെയിൻ ആൻഡ് എവറിഡേ സ്ട്രഗിൾ ആർ ഷോൺ ത്രൂ ബഖാസ് എക്സ്പീരിയൻസ്. ഈ പ്ലോട്ട് റിവോൾവ് ചെയ്യുന്നത് അറൌണ്ട് വൺ സിംഗിൾ ഡേ ഇൻ ബഖാസ് ലൈഫ് and follows his daily routine as he cleans latrines and interacts with his family. ബഖ എന്നുള്ള ഒരു ക്യാരക്ടറിലൂടെ the novel portrays the caste-based humiliation, insults and restrictions imposed by the upper caste. ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഒരു യുണീക്ക് ഇന്ത്യൻ ഫിനോമിനൻ ആണ്. based on birth, places untouchables at the bottom of society. ബർത്ത് എന്നൊരു ഒറ്റ ഫാക്ടർ കാരണം മനുഷ്യർ സെപ്പറേറ്റ് ആയി പോകുന്ന ഒരു unique Indian phenomenon ആണ് the caste system, denying them access to education, temples, water sources and basic dignity. അപ്പോൾ ഈ പറഞ്ഞ social barriers they destroy individuality, suppresses mobility and prevents growth. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ യൂണിക് ഇന്ത്യൻ ഫിനോമിനൻ നടന്ന കാലത്തിനെ ഇൻഡസ്ട്രിയലൈസേഷനായിട്ട് മുൾക് രാജ് ആനന്ദ് കണക്ട് ചെയ്യാണ്. The period of industrialization, showing how despite new systems inequality continued and remained and poor laborers remain exploited. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ കാലത്തും അതാണ് നടന്നത്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, ന്യൂ സിസ്റ്റംസ് വന്നു, എങ്കിൽ പോലും ഇനിക്വാലിറ്റിയും അതുപോലുള്ള ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസും റിമെയിൻ ചെയ്തു. The poor laborers always remain poor and exploited. The author clearly pictures an oppressed society under British rule. ഇവിടെ ബഖ മഹാത്മാഗാന്ധിയുടെ ഒരു സ്പീച്ച് കേൾക്കുന്നുണ്ട്. Gandhi's vision in the novel focuses on removing social shackles and restoring humanity. അപ്പോൾ ഈ ഒരു സ്പീച്ച് കേൾക്കുമ്പോഴത്തേക്കും ബഖ learns that untouchability is evil and feels temporary relief and hope. ഫ്യൂച്ചറിലേക്ക് ഒരു ഹോപ്പ് തോന്നുകയാണ്, ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാന്നുള്ള ഒരു ഹോപ്പ് തോന്നുകയാണ് ബഖായ്ക്ക്. ബിക്കോസ് മഹാത്മാഗാന്ധി is speaking about how untouchability is an evil thought or concept. Gandhi highlights how the caste system is designed by the upper caste to maintain injustice and inequality. ഇൻജസ്റ്റിസും ഇനിക്വാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പർ ക്ലാസ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് മഹാത്മാഗാന്ധി പറയുകയാണ്. He encourages sanitation reforms like flush toilets as practical solution to end of untouchability, suggesting that such improvements can free people from degrading work. അപ്പോൾ ഈ ലാട്രിൻ ക്ലീനിങ് അല്ലെങ്കിൽ സ്കാവഞ്ചിങ് പോലുള്ള വളരെ ഡീഗ്രേഡിങ് ആയിട്ടുള്ള വർക്ക്സിൽ നിന്ന് സാധാരണ ലോവർ ക്ലാസ് പീപ്പിളിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഫ്ലഷ് ടോയ്ലറ്റ്സ് പോലുള്ള മോഡേൺ ടെക്നിക്സ് എന്ന് ഗാന്ധിജി പറയുകയാണ്. അത് ആ ഒരു പോർഷൻ ഓഫ് ദ സ്പീച്ച് ബഖയുടെ പോലുള്ള ആൾക്കാരെയും വളരെയധികം എൻകറേജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുകയാണ്. ഗാന്ധിസ് മെസ്സേജ് ഈസ് ക്ലിയർ.
the poor and the backward deserve equality, dignity and respect. അപ്പോൾ upper class ആൾക്കാരെ പോലെ തന്നെ lower class ആൾക്കാരും equality, dignity and respect deserve ചെയ്യുന്നുണ്ട്. In other words, upper class ഉം lower class ഉം ഒന്നുമില്ല, എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് മഹാത്മാഗാന്ധി ഇവിടെ കൺവേ ചെയ്യുന്നത്. He insists that untouchables must be treated like everyone else and that caste barriers must be removed for society to progress. Caste barriers പോലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യപ്പെടുകയും അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഒരേപോലെ ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. The novel also presents the idea of a radical solution to untouchability through modernization. Modernization ആണ് ഇവിടെ അൺടച്ചബിലിറ്റി എന്നുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മയ്ക്കെതിരെയുള്ള ഒരു റാഡിക്കൽ സൊല്യൂഷൻ. Technology can be used to completely reform sanitation practices. Flush toilets പോലുള്ള modern techniques, degrading practices such as scavenging, latrine cleaning, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Clean flush systems and advanced machinery could replace manual scavenging and create a healthy, dignified environment. ഈ ഡെവലപ്മെന്റ്സ് സൊസൈറ്റിയെ ഒരു one step closer to civilization കൊണ്ടുപോവാണ്, സിവിലൈസേഷനിലേക്ക് ഒരു സ്റ്റെപ്പ് അടുപ്പിക്കുകയാണ് സൊസൈറ്റിയെ ഈ ഡെവലപ്മെന്റ്സ് based on equality. Bakha, inspired by what he hears and sees, begins to hope for a life free from caste-based oppression. He believes that justice can be achieved and caste must be eradicated for true progress. അപ്പോൾ ബഖായ്ക്ക് ഗാന്ധിജിയുടെ ഈ സ്പീച്ച് കേൾക്കുന്നതോടെ മനസ്സിലാവുന്നത് that true progress സൊസൈറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ കാസ്റ്റ് സിസ്റ്റവും മറ്റും ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടണം. and justice has to be achieved. Justice, equal justice for all. upper class ആയാലും lower caste ആയാലും they have to be considered equal. അങ്ങനെ സൊസൈറ്റിയിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്ന് ബഖയ്ക്ക് മനസ്സിലാവുകയാണ്. In the section titled Gandhi and Untouchable, Bakha appears hopeful about the possibility of gaining dignity and respect in life. അപ്പം excited ആവണം ബഖ at the thought of change and dreams of a future where he is seen as a human being first, not as a polluted being defined by his caste. അപ്പോൾ ഒരു സ്വപ്നം കാണുകയല്ല, ഒരു ഹോപ്പ് ഉണ്ടാവുകയാണ്, a future where he is seen as a human. അപ്പോൾ ഇപ്പോൾ ബഖയെ ആൾക്കാർ കാണുന്നത് ഒരു പൊല്യൂട്ടഡ് ബീയിങ് ആയിട്ടാണ്. ഇൻ ദ ഫ്യൂച്ചർ ബഖയെയും അല്ലെ സ്വന്തം ആൾക്കാരെയും ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മറ്റുള്ളവർ കാണുന്നുള്ള ഒരു സ്വപ്നം അല്ലെ ഒരു ആഗ്രഹം ബഖയ്ക്ക് ഉണ്ടാവുകയാണ്. Lakha, his father, encourages him to adopt Gandhi's ideals and to believe in the idea that humane society is possible. അപ്പോൾ ലഖ, ബഖയുടെ ഫാദർ ലഖ ബഖയെ എൻകറേജ് ചെയ്യാണ് ടു ഫോളോ ഗാന്ധിസ് ഐഡിയൽസ്. അവിടെ ഒരു ഹോപ്പ് ഫാദറും സണ്ണും വെക്കുകയാണ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ where they are treated humanly as possible. This hopeful ending shows that reform is achievable if people embrace equality and humanity. അപ്പോൾ ഇവിടെ ഒരു ഹോപ്പ്ഫുൾ എൻഡിങ് ആണ്. പീപ്പിൾ ഇക്വാലിറ്റിയും ഹ്യൂമാനിറ്റിയും ഒരേപോലെ എംബ്രേസ് ചെയ്യണം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ റീഫോം ഇസ് പോസിബിൾ എന്നുള്ള ഒരു ഹോപ്പിലൂടെയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. അൺടച്ചബിളിന്റെ തീംസിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ്. The novel exposes the cruel social divide that treats certain humans as untouchable. അതായത് ലോവർ കാസ്റ്റ് ഹ്യൂമൻസിനെ അൺടച്ചബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആ ഒരു സോഷ്യൽ ഡിവൈഡിനെ കുറിച്ചാണ്, അതാണ് ഈ ഒരു നോവലിന്റെ മെയിൻ തീം എന്ന് പറയുന്നത്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. സെർച്ച് ഫോർ ഡിഗ്നിറ്റി, ബഖയുടെ ജേർണി ഉണ്ട് റെപ്രസെന്റിങ് എവരി ഒപ്രസ്ഡ് ഇൻഡിവിജ്വൽ ഡിസയർ ഫോർ സെൽഫ് റെസ്പെക്ട്. ബഖ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ഓഫ് എവരി ഇൻഡിവിജ്വൽ ഹു ഡിസയേഴ്സ് ഫോർ സെൽഫ് റെസ്പെക്ട്. സോഷ്യൽ ഹിപ്പോക്രസി, those who preach purity and religion are often the most corrupt and cruel. അപ്പോൾ ഇവിടെ ബഖയുടെ സിസ്റ്ററിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്ന കൂടെ നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, റീഡേഴ്സിന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, റിലീജിയസ് ആയിട്ടും പ്യൂരിറ്റി പ്രീച്ച് ചെയ്തൊന്നും നടക്കുന്ന ആൾക്കാർ മിക്കവാറും they will be most corrupted and cruel.
ഒരു പണ്ഡിറ്റ് ബഖയുടെ സിസ്റ്ററിനെ വെള്ളം കോരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് ഹീ ഈസ് ദ വൺ ഹു മിസ്ട്രീറ്റ്സ്. അവിടെ ഒരു ഹീ പ്രീച്ചസ് പ്യൂരിറ്റി ആൻഡ് റിലീജിയൻ, പക്ഷെ ഹീ ഈസ് വൺ അറ്റ് ഫോൾട്ട്, ഹീ ഈസ് ദ മോസ്റ്റ് കറപ്റ്റ് ആൻഡ് ക്രൂവൽ വൺ. ഹോപ്പ് ആൻഡ് റിഫോം ആണ് അടുത്ത തീം. ഗാന്ധിസ് വർക്ക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഓഫർ ലൈറ്റ് അമിഡ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ, ഈ ഒരു ഒപ്രസീവ് സിറ്റുവേഷൻ ഇടയ്ക്കും ഗാന്ധിജിയുടെ വേർഡ്സ് അബൌട്ട് ടെക്നിക്കൽ പ്രോഗ്രസ്, ഒരു ഹോപ്പ് അബൌട്ട് റീഫോർമേഷൻ കൊടുക്കുകയാണ് ബഖായിക്കും ബഖയെ പോലുള്ള ആൾക്കാർ. ഇന്നർ കോൺഫ്ലിക്ട്, ബഖയുടെ ഇന്നർ തോട്ട്സ് ഉണ്ട്, ദാറ്റ് റിവീൽസ് ഹിസ് കൺഫ്യൂഷൻ ബിറ്റ്വീൻ ആക്സെപ്റ്റിംഗ് ഫെയ്റ്റ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ഡിഗ്നിറ്റി. ബഖായും ബഖയുടെ പോലുള്ള ആൾക്കാരും ദേ ഹോപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഫിൽഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഓണർ. അപ്പോ ബഖ ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് ബിറ്റ്വീൻ അക്സെപ്റ്റിംഗ് ഫെയ്റ്റ്, തന്റെ ഫെയ്റ്റ് ഇതാണെന്നുള്ള ആ ഒരു പോയിന്റിൽ ബഖ എത്തി നിൽക്കുകയാണ്, ബട്ട് ഹീസ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ അക്സെപ്റ്റിംഗ് ഫെയ്റ്റ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ഡിഗ്നിറ്റി. നറേറ്റീവ് ടെക്നിക്സ് നോക്കാം. തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ് എഴുതിയിരിക്കുന്നത്, ബട്ട് ഇറ്റ് ക്ലോസ്ലി ഫോളോസ് ബഖാസ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. അത് റീഡേഴ്സിന് ബഖയുടെ മനസ്സിലേക്ക് ഒരു ഇന്റിമേറ്റ് ആക്സസ് കൊടുക്കുന്ന ടൈപ്പിലുള്ള ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവ് ആണ്. ആനന്ദ് യൂസസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, മോഡേൺ ടെക്നിക്. എന്തിനാണ്? ടു ഷോ ബഖാസ് ഷിഫ്റ്റിംഗ് ഇമോഷൻസ്. ഷെയിം, വണ്ടർ, ഹോപ്പ്, ഡിസ്പെയർ പോലുള്ള ബഖയുടെ ഷിഫ്റ്റിംഗ് ഇമോഷൻസിനെ ഡെപ്പിക്ട് ചെയ്യാനായിട്ടാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ദ നറേറ്റീവ് മൂവ്സ് ത്രൂ എ സിംഗിൾ ഡേ ക്രിയേറ്റിംഗ് യൂണിറ്റി ആൻഡ് ഇന്റൻസിറ്റി. ഒരു സിംഗിൾ ഡേ ഈവൻസ് ഓൺ ദ ലൈഫ് ഓഫ് ബഖ ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. മുൽക്ക് രാജ് ആനന്ദ്സ് യൂസ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് മിക്സ്ഡ് വിത്ത് ഹിന്ദി ആൻഡ് പഞ്ചാബി എക്സ്പ്രഷൻസ്. ഈ ഒരു സെറ്റിങ്ങിനും ക്യാരക്ടേഴ്സിനും ഒരു ഓതന്റിസിറ്റി കൊടുക്കാനായിട്ടാണ് ഹിന്ദി, പഞ്ചാബി, ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് മിക്സ് ചെയ്ത് അൺടച്ചബിൾ എന്നുള്ള ഒരു നോവൽ എഴുതിയിരിക്കുന്നത്.